എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തീയലിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ശരിക്കും കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വഴുതനങ്ങ തീയൽ ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 വഴുതനങ്ങ മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുള്ള വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്. ഇതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. അതായത് കുറച്ച് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ മസാലകൾക്ക് ആവശ്യമായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുറി നാളികേരം, അതായത് ഒരു ഇടത്തരത്തിലുള്ള നാളികേരത്തിന്റെ ഒരു മുറി നാളികേരം എന്താ ഞാൻ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇതറിയാലോ, തീയൽ നന്നായി വറുത്ത് എടുക്കണം. ചുവന്ന കളറാവുന്നവരെ വറുത്തെടുക്കണം. അപ്പൊ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയലിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് വറവിന് ആവശ്യമായി കടുക്, ഉലുവ, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വന്നു. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉലുവ കേട്ടോ, ഒരുപാട് വേണ്ട, ഒരു ജസ്റ്റ് മണത്തിന് വേണ്ടി മാത്രം കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കുക. എന്നിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ മണത്തിന് വേണ്ടി 4 ചെറിയ ഉള്ളി ഇത് അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് വഴറ്റി വരണം കേട്ടോ. നന്നായി വഴറ്റി വരണം. ഇതിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരണം. വഴറ്റി വഴണ്ടിട്ട് ചുങ്ങി വരണം സവോള. അത്രയ്ക്കും വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോയിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒന്നിച്ച് കറി കായതിന് ശേഷം കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരേക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ ഉള്ളി ഒന്ന് നന്നായി വഴണ്ടി വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് നമുക്ക് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീയലിൻ്റെ കാര്യം അറിയാലോ, അത്യാവശ്യം നല്ല എരിവും പുളിയും എല്ലാം ഉള്ള കറിയാണ് തീയൽ. അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല പാകമായിട്ട് തന്നെ ചേർക്കണം. ഞാനിതാ ഇതിനൊരു സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനനുസരിച്ച് തന്നെ മല്ലിപ്പൊടി ചേർക്കണം. അതായത് 1 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി അരച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കാര്യത്തിൽ കുറവ് പാടില്ല. ഇത് കുറവായി കഴിഞ്ഞാൽ കറി തന്നെ അതിൻ്റെ കൊഴുപ്പൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി മൂത്ത് വരട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. അതായത് നമുക്ക് ഇതിൻ്റെ വെളിക്ക് വേണ്ട നാളികേരം നന്നായി ചുമക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതുകൂടി അപ്പുറത്തെ സ്റ്റവിൽ നമുക്ക് നന്നായി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണം നന്നായി മാറി വരട്ടെ. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ നമ്മൾ വഴുതനങ്ങ കഴുകി മാറ്റി വെച്ചിട്ട് ഒറ്റ തുള്ളി വെള്ളം പോലും പെടാതെ ആ വഴുതനങ്ങ കഴുകി മാറ്റി വെച്ചത് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വഴുതനങ്ങ അതായത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കറിയിൽ ഈ വഴുതനങ്ങ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതാണ് അങ്ങനെ പച്ചയായിട്ട് ഇടുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതുമല്ല, ഈ മസാല ചേർക്കണേക്ക് മുമ്പ് വേണമെങ്കിൽ ഉള്ളി മുപ്പിച്ചതിൻ്റെ ഒപ്പം അപ്പോഴും വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ മസാലയും എല്ലാം കൂടുതൽ ചേർന്ന് നന്നായി ഒന്ന് വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ്, കുറച്ച് സമയം എടുക്കും നന്നായി ഒന്ന് വഴറ്റി വരട്ടെ. വഴുതനങ്ങ കണ്ടോ നന്നായി മസാലയിലൊക്കെ കിടന്ന് നന്നായി ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഈ വഴുതനങ്ങ അല്ലെങ്കിൽ
ആകെ ഒരു ഇങ്ങനെ ഇതായി പോകും, വഴുവഴുങ്ങനെ ആയി പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കെല്ലാം നാളികേരണ്ട അപ്പുറത്തെ സ്റ്റവിൽ ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട്. തീയെല്ലാം അറിയാലോ, ഇതുപോലെ ചുമക്ക വറുത്തെടുക്കണം. നാളികേരത്തിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് വെള്ളം അരയ്ക്കാൻ വേണ്ടി മാത്രം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോഴേക്കും ഈ വഴുതനങ്ങയിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിങ്ങയുടെ ചണ്ടിയൊന്നും ഒട്ടും പെടാതെ നന്നായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് നാളികേരം അരച്ചിട്ടുള്ളതും കൂടി ചേർത്ത് ഒഴിക്കുമ്പോൾ വെള്ളം ശരിയാവും. പിന്നെ കുറേയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അറിയാലോ, തീയൽ എന്ന് പറഞ്ഞാൽ വളരെ കുറുകിയിട്ടുള്ള കറിയാണ്, തൊട്ട് കൂട്ടേണ്ട കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പുളി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേരം നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ പുളി ഒഴിച്ച് വഴുതനങ്ങയിൽ പുളിയൊക്കെ നന്നായി പിടിച്ചു നല്ല കുഴമ്പ് രൂപത്തിലായി കണ്ടോ. ഇതാ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ വഴുതനങ്ങ ഒട്ടും തന്നെ ഉടഞ്ഞിട്ടില്ല. അതായത് വറുത്തെടുത്ത കാരണം കൊണ്ടാണ് അങ്ങനെ ഉടയാതിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്തരച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഒഴിച്ചു കൊടുക്കാൻ. കണ്ടോ, ഈ നാളികേരത്തിൻ്റെ കളർ കണ്ടില്ലേ, എത്ര കണ്ടോ. അതെന്താ വെച്ചാൽ നല്ല ബ്രൗൺ കളർ, അതായത് ഒരു റെഡ് കളർ ആവണ വരയ്ക്ക് നമ്മൾ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അരച്ചപ്പം ഇങ്ങനെ വന്നിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കാൻ പാടില്ല അരയ്ക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായി ഇതിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. കാരണം നാളികേരം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു തുള്ളി വെള്ളം, അധികമൊന്നും വെള്ളം ഒഴിക്കരുത്. സാധാരണ തീയലിൽ വെള്ളം ചേർക്കരുത് എന്നാണ് പറയുക. പക്ഷേ അതൊക്കെ അമ്മിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മിക്സിയിലല്ലേ, അപ്പോൾ ഒരു തുള്ളി വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. എന്നാലും കൂടുതലാവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജാറിൻ്റെ ഉള്ളിലുള്ളതും കൂടി നന്നായി ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി കഴുകി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാളികേരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൽ നിന്നും എണ്ണ മുകളിലേക്ക് കിനിഞ്ഞ് വരണം. അതായത് നാളികേരത്തിൽ നിന്നുള്ള എണ്ണ ഈ കറിയുടെ മുകളിലേക്ക് തിളച്ചിട്ട് കിനിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് കറി ഓഫാക്കാം കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, മുകളിൽ കൂടെ കണ്ടോ എണ്ണയൊക്കെ നന്നായി പാറി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നാളികേരം നന്നായി അതിലേക്ക് ഇറങ്ങി ചെന്ന് എണ്ണയൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് തീയൽ വെക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എണ്ണ അങ്ങനെ കിനിഞ്ഞ് മുകളിലേക്ക് വരണം നാളികേരം ഒഴിച്ചതിൻ്റെ കേട്ടോ. അങ്ങനെ നല്ല കുറുകിയ വഴുതനങ്ങ തീയൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അധികം വെള്ളമൊന്നുമില്ല, കുറുകിയിട്ട്. ഇത് കുറേ വെള്ളത്തിൽ കഴിക്കേണ്ട കറിയല്ല, കുറച്ച് കറി എടുത്തിട്ട് കൂട്ടി കഴിക്കേണ്ട കറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ് വഴുതനങ്ങ തീയൽ. വഴുതനങ്ങ പലപ്പോഴും പലർക്കും ഇഷ്ടമല്ലാതെ ആവാറുണ്ട്. അതെന്താ വെച്ചാൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെയാണ്. അതായത് വഴുതനങ്ങയ്ക്ക് ചെറിയൊരു ചവർപ്പുണ്ടാവും. അപ്പോൾ അത് പോകാനായി കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെക്കണം. മാത്രമല്ല ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ പാടില്ല. ആദ്യം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രമാണ് വഴുതനങ്ങ കൊണ്ട് എന്ത് കറി ഉണ്ടാക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വഴുതനങ്ങ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ അല്ല പറഞ്ഞിട്ടുള്ളത്. എന്ത് പച്ചക്കറികളുടെ രാജാവാണ് വഴുതനങ്ങ എന്നുള്ളത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വഴുതനങ്ങ തീയൽ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈ തീയലൊന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. ഇതുവരെ തയ്യാറാക്കാത്തവർ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.